ഹലോ, നമ്മളിന്ന് രാവിലെ തന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ സ്കൂളുണ്ടായതുകൊണ്ട് ഞാൻ നനച്ചുള്ളിയൊന്നും അങ്ങനെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞാൽ ഡെയിലി ക്ലീൻ ചെയ്യുന്ന ആൾക്കാർക്ക് നനച്ചുള്ളിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ. പണ്ടത്തെ ആൾക്കാർ എന്താ പറയുക, ഇങ്ങനെ ഇത്രയും സൗകര്യം ഇല്ലാത്തൊരു സമയത്ത് കുറേ കുടുംബം, അതായത് റമദാന് മാത്രം എടുക്കണ കുറച്ച് പണികൾ അതിൽ നിന്ന് വന്നതാണ് നനച്ചുള്ളി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വീട് മാത്രം വൃത്തിയാക്കിയിട്ട് പോരാ, നമ്മുടെ മനസ്സും ഒക്കെ വൃത്തിയാക്കണം. അതാണ് ആദ്യം വേണ്ടത് കേട്ടോ. ഇപ്പം അതാ ഞങ്ങളിപ്പോൾ എന്താ പണിയെടുക്കണമെന്ന് ചോദിച്ചാൽ, നമ്മളെ റബ്ബറിൻ്റെ ഒരു കൊമ്പ് ഇപ്പം പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടില്ലേ, ആ കിച്ചൻ്റെ മേലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്, എലി വന്നാൽ അതിൻ്റെ പിന്നാലെ ചേര വരുമോ അങ്ങനെയൊക്കെ ഭയങ്കര ബേജാറുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ കൂടിയിട്ട് ആ കമ്പം കണ്ട് മുറിച്ച് മാറ്റി. അപ്പം അതായിരുന്നു രാവിലത്തെ പണി കേട്ടോ. അപ്പം മുറ്റത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ഓരോരോ പണി ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ആവശ്യമില്ലാത്ത തെങ്ങിൻ്റെ പട്ടകളും ഒക്കെ നമ്മൾ വെട്ടിയിട്ട് വൃത്തിയാക്കിയിട്ട് കേട്ടോ. പിന്നെ ഒന്ന് അടിച്ചു വാരിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. കുറേ വീഡിയോയിൽ എല്ലാം കൂടി ഉൾപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാവുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ വീഡിയോൻ്റെ ഒരു മൂവിങ് എന്ന് പറയണത് അതിൽ കമൻറ്റിനും വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പം പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. സത്യത്തിൽ നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ടും ആണ് ഞാൻ എനിക്ക് അത്രയും ഉയർച്ച ഇല്ലാത്തത് കേട്ടോ. യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും എത്തുള്ളൂ. പോസിറ്റീവ് കൊണ്ട് മാത്രം യൂട്യൂബിൽ വളർന്ന് വലുതാവാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഉപ്പേരിക്ക് ഇവിടെ പപ്പായ ഉണ്ടായിട്ടോ. ഞങ്ങൾ കറുത്താന്ന് പറയില്ലേ, ഞാനത് വിത്തിട്ട് മുളപ്പിച്ചിട്ടുള്ള കേട്ടോ. കടയിൽ നിന്നൊന്ന് പഴുത്ത് വാങ്ങിയപ്പോഴേ, പക്ഷേ അതിൻ്റെ ഷേപ്പും ഇതിൻ്റെ ഷേപ്പും ഡിഫറെൻ്റ് ആണ്. അത് വേറെ ഏതോ കറുത്ത, ഇത് വേറെ ഏതോ കറുത്ത, അങ്ങനെ ആയിക്കണേ. പക്ഷെ എന്നാലും വേണ്ടില്ല, എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നാടൻ ഐറ്റംസ്. അപ്പോൾ ഞാനിപ്പോൾ അതൊന്ന് ഉപ്പേരി വെക്കാമെന്ന് വെച്ചു. വീട്ടിലിരുന്നാൽ സത്യം പറഞ്ഞാൽ എന്താ പറയുക, നടുവിന് ഒഴിവില്ലാത്ത പണിയാണെന്ന് പറയാമല്ലോ. അങ്ങനെയാണ് കുറേ ക്ലീനിങ് എടുക്കാനുള്ളത് ഉണ്ടായിട്ടോ. പിന്നെ അങ്ങനെ സിമെൻ്റ് ആയതുകൊണ്ട് നമ്മൾ അടിയൊന്നും ചെയ്യാത്തതുകൊണ്ട് നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടിടും. അപ്പോൾ ഒരാഴ്ചക്കൊക്കെ പൊടിക്ക് നല്ല ആശ്വാസം ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി ഈ എംസാൻഡിൻ്റെ ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ റൂം ഇന്നൊന്ന് വൃത്തിയാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കാക്കാമെന്ന് വെച്ചു കേട്ടോ. വെറുതെ ഒരു കാർപ്പറ്റ് ഇട്ടിട്ട് കുട്ടികൾ അതിനകത്ത് ഇരിക്കലും കളിക്കലൊക്കെ ഉണ്ടായിന്. അപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് 2-3 പ്രാവശ്യമായിട്ട് പാമ്പിനെ കിട്ടിയിട്ടോ. അത് എങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിയില്ല. 3 എണ്ണത്തിനെ കിട്ടി. ഒരെണ്ണത്തിനെ ഞാൻ തന്നെ അടിച്ചു കൊന്നു. അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ എനിക്ക് പേടിയാണ്. ഇവിടെ ആണെങ്കിലും ഇങ്ങനെ മുക്കും മൂലൊക്കെ ക്ലീനാക്കിയിട്ട് വെക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ക്ലീനൊക്കെ ആയിട്ടൊന്നല്ല അത് വരുന്നത്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഏതായാലും ഇപ്പോൾ അങ്ങനെ വന്നതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഒക്കെ ശ്രദ്ധിക്കലുണ്ട്. സച്ചു കളിച്ചുകൊണ്ടിരിക്കണതിൻ്റെ തൊട്ടടുത്തുനിന്നാണ് കിട്ടിയത് കേട്ടോ. എന്തോ പഠിച്ചോൻ്റെ കാവലെന്ന് അറിയാം. ഒരു കൂറനെ പോലും പേടില്ല, ഞാൻ പാമ്പിനൊക്കെ അടിച്ചു കൊന്നു എന്ന് പറഞ്ഞാലേ അത്രയും അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. കാരണം നമ്മളെ മക്കളാണല്ലോ നമുക്ക് വലുത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വരുമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തിട്ടോ. അപ്പോൾ കാർപ്പറ്റ് ഉണ്ടോണ്ട് തന്നെ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വിരിച്ചിട്ടാണ് അതിൻ്റെ മേലാണ് കാർപ്പറ്റ് ഉള്ളത്. ഐഷു എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നാണ് കേട്ടോ. അവൾ യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് വീഡിയോ എടുക്കുമ്പം പലരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് വീഡിയോ ഐഫോണിലാണ് എടുക്കണമെന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ. എൻ്റെ ഫോണൊരു 20-somethingൻ്റെ ഒരു സാംസങ്ങിൻ്റെ ഫോണുണ്ട്, ഐഫോണൊന്നല്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന സെറ്റപ്പ് ഒരുപാട് മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് ഇങ്ങനെ ഒരു ട്രൈപോഡ്, ചെറിയൊരു ട്രൈപോഡല്ല, സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടേ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എംസാൻഡ് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് അങ്ങനെയാണ് എടുക്കലുണ്ടോ. എനിക്ക് ഇതാണ് കംഫർട്ട്. എൻ്റെ അടുത്ത് മറ്റേ സെൽഫി സ്റ്റിക്കും ട്രൈപോഡും ലൈറ്റും ഒക്കെ ഉണ്ട്, പക്ഷേ ഞാനതൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ 3 ദിവസമായിട്ട് ഉള്ളിലത്തെ തട്ടിക്കൊണ്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ തുണികൾ അലക്കിയിട്ട് കൊണ്ടുവന്നാണ് കേട്ടോ. ഇതൊക്കെ തരം തിരിച്ചിട്ട് വെക്കാണ്ട്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ ഒരു റൂമെന്ന് പറഞ്ഞാൽ പറ്റുകയാണെങ്കിൽ നിസ്കരിക്കാൻ ഉള്ള സ്പേസും കൂടി ആക്കണം. കാരണം സച്ചുട്ടനുള്ളോടെ ഡയപ്പറിന് മൂത്രമൊക്കെ ആകുമ്പോൾ നമുക്ക് അത്രയും വൃത്തി ഉറപ്പിക്കാൻ പറ്റില്ല. റമദാൻ മാസമൊക്കെ അല്ലേ, നമ്മൾ എടുക്കണ കാര്യം അതിൻ്റെ കൂലി നഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പിന്നെ വയറിങ്ങും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുള്ളൂ. ഇനി നോമ്പ് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ചിലപ്പം ഇതിൻ്റെ തേപ്പും കാര്യങ്ങളൊക്കെ തീർക്കണമെന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉപ്പേരി കായഞ്ഞു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇപ്പാക്ക് കൊണ്ടുപോയി കൊടുത്താണ്. പിന്നെ ഇപ്പം അപ്പം തന്നെ ഇരുന്ന് തിന്നു കേട്ടോ. പിന്നെ ഉച്ചക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു കറുവത്തുപ്പേരി കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ ലൈഫിൽ ഓരോ
കാര്യങ്ങളും നമുക്ക് അത്യാവശ്യമായിട്ട് വരുമ്പോഴാണ് നമ്മൾ അതിനൊക്കെ അതിജീവിക്കാനും മറികടക്കാനും ഒക്കെ ശ്രമിക്കല്ലേ. അപ്പോൾ എന്താ പറയുക, ജീവിതയാത്രയിൽ അങ്ങനൊരു ശ്രമം കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കൂടി വേണം. പിന്നെ കുറച്ച് ക്ലീനിങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കര ചൂടാണ്. ചൂടുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. AC ഒക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അതൊക്കെ ഇടണീലൊരു പരിധി ഉണ്ട്. ഇടലുണ്ട് കേട്ടോ, നമ്മൾ ഉപയോഗിക്കലുണ്ട്. പക്ഷെ എന്നാലും വീട്ടമ്മമാരാകുമ്പോൾ നമുക്ക് കുറച്ച് പിശുക്കൊക്കെ ഉണ്ടാവൂലേ, കറണ്ട് ബില്ല് വരുമോ. അപ്പോൾ ഞാൻ പുതപ്പുകളൊക്കെ കണ്ട് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചൂടല്ലേ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചു. പിന്നെ എൻ്റെ ഈ മറ്റേ നമ്മൾ കോളേജിലൊക്കെ ഇടുന്ന ഡ്രസ്സ് അതൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ടോ. ഇപ്പോൾ എക്സാം ഉണ്ട്, March 8-നാണ്. ഇനി ഡേറ്റ് മാറ്റുമോ അറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അതാ ഞാൻ അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ശേഷം ഞാൻ നിലം തുടച്ച് വൃത്തിയാക്കാം കേട്ടോ. ഭയങ്കര പൊടിയാണ് ഇപ്പം. ഇങ്ങനെ ഉള്ളൊരു കാലാവസ്ഥ ആയതുകൊണ്ട് നമ്മൾ ഒരു ദിവസം തുടച്ചാലും, ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം തുടച്ചാലും പിന്നെയും പൊടികൾ തന്നെയാണ്. അപ്പോൾ ഞാനത് നല്ല നീറ്റാക്കിയിട്ട് കുറച്ച് ഡെറ്റോളൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം വൃത്തിയാക്കിട്ടോ. പിന്നെ ഹാളിൽ പുതിയൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് മുറ്റത്തുണ്ടായിരുന്നു. ഞാൻ പല ചെടികളും ഞാനിപ്പോൾ ശ്രദ്ധിക്കില്ല കേട്ടോ. എനിക്ക് കുറേ എന്താ പറയുക ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെ തന്നെ മെൻ്റലി ഞാൻ അത്ര ഓക്കെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതൊക്കെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലും കൂടിയാണ്. അപ്പോൾ ഞാൻ പ്ലാന്റിനൊക്കെ കുറച്ചൊക്കെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് വെച്ചു. പിന്നെ ഡൈനിങ് ടേബിളൊക്കെ നല്ല വൃത്തിയായി കിടക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട് എന്ന് പറയുന്നത് എത്ര ഒരു ഓലക്കുടിലാണെങ്കിലും അതിൽ നമുക്ക് പറ്റുന്ന രീതിക്ക് അത് നല്ല വൃത്തിയാക്കിയിട്ടും ഭംഗിയായിട്ടും കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നല്ല സന്തോഷം സമാധാനം ഒക്കെ ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കും തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പോസിറ്റീവും ആയിരിക്കും അല്ലേ. സച്ചൂട്ടൻ ഉപയോഗിക്കുന്ന റൂമാണ് കേട്ടോ. ഉപയോഗം എന്ന് പറഞ്ഞാൽ ഓൻ്റെ സകല പരിപാടി ഇതിൻ്റെ ഉള്ളിലാണ്. ഇപ്പം ഇങ്ങനെ യൂറിന് ബ്ലാഡർ കൺട്രോളില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഡയപ്പർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ഡെയിലി 2-3 വെച്ചൊക്കെ ആണെന്നുണ്ടെങ്കിലും പിന്നെ നമുക്കത് ചില സമയത്ത് പുറത്താവലുണ്ട്. അപ്പോൾ ആ റൂമിൽ ജസ്റ്റ് വന്ന് കയറുന്ന ഹാളിൽ തന്നെയാണ്. അപ്പോൾ അത് സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മളെങ്ങനെ ശ്രദ്ധിച്ചാലും അതൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം ഞാനൊക്കെ അത്രയും നല്ല വൃത്തിക്ക് തന്നെയാണ്. എനിക്ക് എന്താ പറയുക, കുറച്ച് വൃത്തി കൂടുതലാണെന്ന് എനിക്ക് തന്നെ തോന്നലുണ്ട്. അത്രയും നീറ്റായി ഞാൻ കൊണ്ടുനടക്കുന്നുണ്ട്. പക്ഷേ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പുറത്ത് ഈ ഒരു ചെറിയ റൂം എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ തീരുകയാണെന്നുണ്ടെങ്കിൽ അവന് കളിക്കാനും പകലൊക്കെ അതിൻ്റെ ഉള്ളിലാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം അടുത്ത അടുക്കളയിൽ നമ്മൾ അടിയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ ഇങ്ങനെ ബക്കറ്റിൽ തുടച്ച ബാക്കിയുള്ള വെള്ളം ഒഴിക്കും, എന്നിട്ട് അതൊന്ന് ആകണ്ട് സ്പ്രെഡ് ആക്കും കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ പൊടിൻ്റെ ശല്യം കുറച്ച് കുറഞ്ഞിട്ടും അത് പെട്ടെന്ന് തന്നെ ഉണങ്ങും ചെയ്യും. അങ്ങനെ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നോമ്പിനെ വരവേക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. എന്തായാലും നമ്മളെല്ലാവരും പ്രാർത്ഥനയും നമ്മൾ എടുക്കുന്ന അമലുകളും പഠിച്ചോ സ്വീകരിക്കട്ടെ. ആ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണട്ടോ.